എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മോതിരക്കണ്ണി കൃഷിഭവൻ്റെ മുന്നിലാണ്. ഇതാ നിൽക്കുന്ന മോതിരക്കണ്ണി കൃഷിഭവൻ കണ്ട, ഇതാണ് കൃഷിഭവൻ ഓഫീസ്. ഇത് കർഷക ഗ്രാമമായിട്ടുള്ള ഈ പ്രദേശത്ത് കർഷകരുടെയൊക്കെ ഒരു ശരിക്കും പറഞ്ഞൊരു ആശ്രയ കേന്ദ്രമാണ് കൃഷിഭവൻ. അപ്പോൾ എന്താണ് കൃഷിഭവന് എന്താ പറ്റിയത്? കൃഷിഭവന് വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. കൃഷിഭവൻ്റെ താക്കോല് നഷ്ടപ്പെട്ടു. ഒപ്പം കൃഷി ഉദ്യോഗസ്ഥൻ്റെ വണ്ടിയുടെ ചാവിയും കാണാണ്ടായി. എങ്ങനെയാണ് കാണാണ്ടായത്? അതായത് ഇവിടെ ഒരു ഓണച്ചന്ത നടക്കണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല തിരക്കിലാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ ഈ പറയണോണം ഓഫീസിൽ വന്ന് ഒരു 6 മണി സമയത്താണ് വൈകുന്നേരം ഓഫീസിൽ വന്ന് അദ്ദേഹം ഒന്ന് ബാത്റൂമിൽ പോകാൻ വേണ്ടി കയറിയതാണ്. ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ കയറി പുറത്തിറങ്ങിയപ്പോഴേക്കും ഈ പറയുന്ന കൃഷി ഓഫീസിൻ്റെ ചാവിയും കാണാനില്ല. ആ ചാവിയുമേ ഈ കൃഷി ഉദ്യോഗസ്ഥൻ്റെ ചാവി ഉണ്ടായിരുന്നു. അപ്പോൾ 2 സംഗതികളും നഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും നമുക്കറിയാം, ഏത് സർക്കാർ ഓഫീസുകളായാലും അത് വളരെയധികം ഫയലുകളും മറ്റു കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരുപാട് കാര്യങ്ങളുണ്ടാവും. കൃഷി ഭവനായിരുന്നാലും പഞ്ചായത്തായിരുന്നാലും മറ്റ് സംഗതികളൊക്കെ തന്നെയായിരുന്നാലും. അപ്പോൾ ഇത് ആരാണ് ഇവിടെ മോഷണം നടത്തിയിട്ടുള്ളത്? ഇത് ആരെങ്കിലും ഇനി വല്ല കോമഡി പരിപാടി ചെയ്താണോ? അല്ലെങ്കിൽ കൃഷി ഉദ്യോഗസ്ഥൻ കയറിയപ്പോഴേക്കും ഈ സാധനം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കണമെന്ന് മനസ്സിലാവുന്നത്. എന്തായിരുന്നാലും ഈ കൃഷി ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പോലീസിൽ പരാതി നൽകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. നമുക്കറിയാം, ഇത്തരത്തിലുള്ള ഏത് സർക്കാർ ഓഫീസുകളിൽ നിന്നും പ്രധാനപ്പെട്ട സംഗതികൾ നഷ്ടപ്പെടുകയോ താക്കോൽ ഉൾപ്പെടെ സംവിധാനങ്ങൾ പോയി അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം. കാരണം എന്താണ് ഇതിൻ്റെ ഉള്ളിൽ നടന്നിട്ടുള്ളതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും ഇത് ചെയ്തത് ആരാണെങ്കിലും അദ്ദേഹത്തിനെ കണ്ടെത്താൻ സാധിക്കട്ടെ, ആരായിരുന്നാലും. കാരണം കൃഷി ഓഫീസാണ്, ഒരുപാട് ഫയലുകളുണ്ടാവും, മറ്റു കാര്യങ്ങളുണ്ടാവും, കർഷകരെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ സത്വരമായ അന്വേഷണം നടക്കട്ടെ. ചേട്ടാ, ഈ കർഷക പ്രദേശമായിട്ടുള്ള മോതിരക്കണ്ണിലെ കൃഷിഭവൻ്റെ താക്കോലും കൃഷി ഉദ്യോഗസ്ഥൻ്റെ വണ്ടിയുടെ ചാവിയടക്കം മോഷണം പോയി എന്നുള്ളൊരു വാർത്ത അറിയാൻ സാധിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് വിഷയം? തികച്ചും ഇത് ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി ശ്രദ്ധിക്കേണ്ടത്. പോലീസിൽ പരാതി കൊടുത്ത് ഒരു ഉദ്യോഗസ്ഥൻ്റെ ബൈക്കിൻ്റെ താക്കോലും പോയിട്ടുണ്ട്, പിന്നെ ഓഫീസിൻ്റെ താക്കോലും മോഷ്ടിച്ചു. അപ്പോൾ അതിന് എത്രയും വേഗം പരിഹാരം ഉണ്ടാക്കണം. ഇത് ഈ സംഭവം എപ്പോഴാണ് സംഭവം നടന്നത്? എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ? ഉദ്യോഗസ്ഥൻ ഇന്നലെ ഓണച്ചന്തയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറ്റിക്കാട്ടിൽ നിന്ന് വന്ന് ഒരു 6 മണിയോളം ആയി ഓഫീസ് തുറന്ന് എന്തോ നമ്പറുകൾ ഫോട്ടോ എടുത്ത് ഒന്ന് ബാത്റൂമിലേക്ക് പോയ സമയത്താണ് വന്ന് ചാവി മോഷണം പോയത്. അപ്പോൾ ചാവി മാത്രമല്ല, വേറെ ഫയലുകളോ എന്തെങ്കിലും പോയിട്ടുണ്ടോ എന്നറിയാൻ പറ്റില്ല. അപ്പോൾ അത് ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. സ്ഥിരമായിട്ട് ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള മോഷണങ്ങളൊക്കെ നടക്കണ്ടോ? ഈ കൃഷിഭവനെ സംബന്ധിച്ചോളം പരിയാരത്തിൻ്റെ കർഷകരുടെ ഒരു വലിയൊരു സ്ഥാപനമാണ് ഈ കൃഷിഭവൻ. ഈ കൃഷിഭവൻ ഈ നാട്ടിൽ നിലനിൽക്കേണ്ടത് ഈ കർഷകരുടെ ആവശ്യമാണ്. ഈ കർഷകൻ്റെ ആവശ്യമായിട്ട് നടന്ന ഈ കൃഷിഭവനിലെ താക്കോൽ നഷ്ടപ്പെട്ടപ്പോൾ ഇവിടുത്തെ ഭരണാധികാരികൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. ഒരു താക്കോൽ നഷ്ടപ്പെടുന്നത് ചെറിയ കാര്യമല്ല. ഒരു സ്ഥാപനത്തിൻ്റെ വലിയൊരു ചാവിയാണ് നഷ്ടപ്പെട്ടത്. ഇതിൻ്റെ ഉള്ളിൽ വളരെ വിലപിടിപ്പുള്ള ഫയലുകളും അതുപോലുള്ള പല ഉപകരണങ്ങളും ഈ സ്ഥാപനത്തിലുണ്ട്. ഇനി ഏത് സാമൂഹിക വിരുദ്ധൻ ഇത് ചെയ്താലും നാളുകളിൽ ഇതുണ്ടാകാതിരിക്കാൻ ഇവിടെയുള്ള ഭരണാധികാരികൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ അങ്ങനെ എൻ്റെ അറിവിൽ ആദ്യമായിട്ടാണ്. ഇവിടെ ഞാൻ കേട്ടിട്ടുണ്ട്, ഇതിന് മുന്നിൽ ഇട്ടിരുന്ന ബൾബുകൾ ഊരിക്കൊണ്ടുപോകുന്ന സാമൂഹിക വിരുദ്ധരുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ ഈ സ്ഥാപനം സംരക്ഷിക്കേണ്ടതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഭരണാധികാരികൾ ശ്രദ്ധിക്കണം. ഈ നല്ല ഒരു കൃഷി ഓഫീസ് നിലനിർത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ചേട്ടാ ഇവിടുത്തെ നൈറ്റ് വാച്ച്മാനാണ്. രാത്രി കാവൽ നിൽക്കുമ്പോൾ അറിയാം ഉണ്ടാകുന്ന സംഭവങ്ങൾ. ഇവിടെ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിൽ സാമൂഹിക വിരുദ്ധരോ അങ്ങനെ ഉള്ള ആളുകളെ അങ്ങനത്തെ സംഗതികളൊക്കെ ചേട്ടൻ നേരിട്ട് എന്തെങ്കിലും അനുഭവം ഉണ്ടോ? അങ്ങനെ മോഷണം പോയിട്ടതായിട്ട് അറിയപ്പെട്ടുള്ള, പക്ഷേ ഇവിടെ ബാറുള്ളതുകൊണ്ട് വെള്ളം അടിച്ച ആൾക്കാർ ഇതിൽ പാസ് ചെയ്യാറുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇന്നലെ തന്നെ ഒരു 8 മണി നേരത്ത് കുറച്ച് ഞങ്ങൾ വർത്തമാനം നിൽക്കുന്ന സമയത്ത് എത്തിച്ചോക്കിയിട്ട് പോയി. ഒരു 8 മണി അതിനുണ്ടാവും ഏകദേശം. അല്ലാതെ ഇങ്ങനെ വേറെ ഗുരുതരമായിട്ടുള്ള ഉണ്ടാവാറില്ല. പരിയാരം പഞ്ചായത്തിലെ കർഷകർ തിങ്ങിപ്പാർക്കുന്ന, കർഷകർ ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലമാണ് മോതിരക്കണി. മോതിരക്കണിയിലെ ഈ കൃഷിഭവൻ വീണ്ടും ഒന്ന് പുതുക്കി പണിയേണ്ട സമയമായിരിക്കുന്നു. അതിന് ഉദ്യോഗസ്ഥന്മാർ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തി. MLA ഞങ്ങളൊരു ദിവസം MLA സന്ദർശിച്ചപ്പോൾ അദ്ദേഹം ഫണ്ട് കൃഷിഭവൻ പണിയാൻ വേണമെങ്കിൽ അനുവദിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഞ്ചായത്ത് അധികൃതരും കൃഷിഭവൻ്റെ അധികൃതരും കൂടി ഇത് പണിയാനുള്ള ഒരു നടപടികൾ ആരംഭിക്കണം. കാരണം നമ്മുടെ റോഡിൻ്റെ സർവേക്ക് കുഴിച്ചിട്ടു. ഇനി എന്തോരം ഇതിൽ നിന്ന് പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ധാരണയായി. അപ്പോൾ 5 സെൻറ്റ് സ്ഥലമുണ്ട്. അപ്പോൾ ഇവർ സ്ഥലമില്ല എന്നൊരു പോരായ്മയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സ്ഥലം ഉണ്ട്. കാരണം തൃശ്ശൂർ ജില്ലാ കൃഷിഭവൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് 5 സെൻറ്റ് സ്ഥലത്താണ്. അപ്പോൾ സൗകര്യം ഉള്ള രീതിയിൽ 2 നില ബിൽഡിംഗ് ഉയർത്തുകയാണെങ്കിൽ മുകളിൽ ഓഫീസ് പ്രവർത്തിക്കാം, അടിയിൽ തൈകളെ വയ്ക്കാനുള്ള സൗകര്യം ഉണ്ടാകാം.
അങ്ങനെ എത്രയും വേഗം ഇതിൻ്റെ നടപടികളിലേക്ക് കടക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു.